പാളയംകുടപ്പഴം വൈനിട്ട് നോക്കിയാലോ. അതിനായിട്ട് നമുക്കൊരു 5 പഴം എടുക്കുക. 5 പാളയംകുടപ്പഴം നന്നായിട്ട് പഴുത്തെടുത്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. അത് ചെറിയ രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ വട്ടത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കുക. ഇനി ഇതിന് വെള്ളം വേണം കേട്ടോ. വെള്ളം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് 5 പഴത്തിന് നമ്മൾ 1.5 കുപ്പി വെള്ളം. ഈ 1.5 കുപ്പി വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ബിയർ കുപ്പിയുടെ അളവിൽ അളന്നെടുത്തിട്ട് 1.5 കുപ്പി വെള്ളം. പിന്നെ നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് ഭരണി വേണം. ഒന്നെങ്കിൽ ഗ്ലാസ് ഭരണി അല്ലെങ്കിൽ പിന്നെ നമുക്ക് കൽഭരണി ഉപയോഗിക്കാം. പ്ലാസ്റ്റിക് ഭരണി ഒരു കാരണവശാലും ഉപയോഗിച്ചേക്കരുത്. പിന്നെ ഈ വെള്ളം തിളപ്പിച്ചാറിയതിനു ശേഷം 3/4 കിലോ പഞ്ചസാരയും പിന്നെ വെള്ളവും അരിഞ്ഞു വെച്ച പഴവും 1 വറ്റൽമുളകും വേണം. 2 വറ്റൽമുളക് ഇടാം, പക്ഷെ 2-നേക്കാളും നല്ലത് 1 മതി, കൂടുതൽ ഇരിക്കണ്ട. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തടിയുടെ തവി ഉണ്ടെങ്കിൽ തടിയുടെ തവി വെച്ച് തന്നെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് അടി ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം അടപ്പ് വെച്ച് അധികം ടൈറ്റ് ആവാത്ത രീതിയിൽ അടച്ചിട്ട് ഇനി 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. തടിയുടെ തവി ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് 2 ദിവസത്തേക്ക് മാത്രം മതി ഈ അടപ്പ് വെച്ച് ഇങ്ങനെ അടയ്ക്കുന്നത്. അതിന് ശേഷം നമുക്കൊരു 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു തുണി വെച്ച് കെട്ടിയതിന് ശേഷം വേണം അടപ്പ് വെച്ച് അടയ്ക്കാനായിട്ട്. ഒരുപാട് ടൈറ്റ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ 21 ദിവസം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ പാളയംകുടപ്പഴം റെഡിയായി അരിച്ചെടുത്ത വൈനാണിത്. ഈ പഴത്തിനൊരു കുഴപ്പമുണ്ട്, 1 മാസം മാക്സിമം, അത് കഴിഞ്ഞ് ഇത് വിനാഗിരിയുടെ ടേസ്റ്റായി മാറും. അപ്പോൾ അതിന് മുമ്പ് കുടിച്ചു തീർക്കുക.